മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടി അടിസ്ഥാനപരമായി എന്തൊക്കെ ചെയ്തോ അതെല്ലാം CPIM-ന്റെ ഇടതുപക്ഷത്തിൻ്റെ കൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടി പിന്തുണയിലാണ്. 1967 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മുസ്ലിം ലീഗും ഒരുമിച്ച് ചേർന്നുകൊണ്ട് രണ്ടാം EMS സർക്കാർ അധികാരത്തിൽ വന്നു. ആ സർക്കാരിലാണ് സംസ്ഥാനത്ത് മുസ്ലിം ലീഗ് ആദ്യമായി ഭരണ പങ്കാളിത്തത്തിലെത്തുന്നത്. ലീഗിൻ്റെ ഒരു നേതാവ് കേരളത്തിൽ മന്ത്രി കസേരയിൽ ഇരുന്നത് ആ ഭരണകാലത്താണ്. 2 മന്ത്രിമാർ അന്ന് ലീഗിനുണ്ടായിരുന്നു. ഒന്ന് CH മുഹമ്മദ് കോയ സാഹിബും മറ്റൊന്ന് അഹമ്മദ് പുരിക്കളും. ഒരാൾ വിദ്യാഭ്യാസ മന്ത്രി, മറ്റൊരാൾ പഞ്ചായത്ത് വകുപ്പ് മന്ത്രി. MPM ജാഫർ ഖാൻ അന്ന് ഡെപ്യൂട്ടി സ്പീക്കറായിരുന്നു. അപ്പോൾ ആ കാലത്താണ് മലപ്പുറം ജില്ല രൂപീകരിച്ചത്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത്. മലപ്പുറം ജില്ലയിൽ ഏറ്റവും അധികം സർക്കാർ വിദ്യാലയങ്ങൾ, പള്ളിക്കൂടങ്ങൾ തുടങ്ങിയത്. ഇതൊക്കെയാണ് ഈ ജില്ലയുടെ വികസനത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ആ അടിസ്ഥാന ശിലവാകിയത് EM ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരാണ്. ആ സർക്കാരിൽ മുസ്ലിം ലീഗും പങ്കാളിയായിരുന്നു എന്നുള്ളത് ശരിയാണ്. ഇനി ഞാൻ പറയാം, അറബി അധ്യാപകന്മാർക്ക് ശമ്പളം യഥാവിധി കൊടുത്തു തുടങ്ങിയത് 1967 സർക്കാരാണ്. അന്ന് വിദ്യാഭ്യാസ മന്ത്രി CH മുഹമ്മദ് കോയ സാഹിബായിരുന്നു, പക്ഷെ അന്ന് മുഖ്യമന്ത്രി EMS ആയിരുന്നു. ലീഗിന്റെ പങ്കാളിത്തമുണ്ട്. ലീഗിന്റെ പങ്കാളിത്തമുണ്ട്. സിറാജുന്നിസ എന്ന് പറയുന്ന 11 വയസ്സുകാരി പെൺകുട്ടിയുടെ ജീവനെടുത്തു. ലീഗും കോൺഗ്രസും ഭരിക്കുന്ന സമയത്തല്ലേ അത് നടന്നത്. ആലപ്പുഴയിൽ ഒരു നബിദിന ഘോഷയാത്രക്ക് നേരെ പോലീസ് വെടിവെച്ചു. 2 ആളുകളാണ് അന്ന് മരണപ്പെട്ടത്. 2 പേരും മരണപ്പെട്ടു. അതും UDF സർക്കാരിൻ്റെ കാലത്താണ്. യുണൈറ്റഡ് ആയിട്ട് UDF-നെ പിന്തുണച്ചിരുന്ന EK സംസ്ഥാന വിഭാഗം, അതിലൊരു ഭിന്നിപ്പുണ്ടായിട്ടുണ്ട്. അത് വാസ്തവമാണ്. ആ ഭിന്നിപ്പ് എന്ന് പറയുന്നത് ലീഗിനോടുള്ള സമസ്തയുടെ വിധേയത്വവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിന്മേലാണ്. സമസ്ത ഒരു സ്വതന്ത്ര സംഘടനയാണ്. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും സമദൂര സിദ്ധാന്തം പുലർത്തി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് സമസ്തയുടെ നേതൃത്വത്തിൻ്റെ സുചിന്തിതമായിട്ടുള്ള അഭിപ്രായം. ഈ സംസ്ഥാന തലത്തിൽ ഇത്ര സീറ്റ് കിട്ടുമെന്ന് പറയുമ്പോൾ, സെഞ്ചുറി അടിക്കുമെന്ന് പറയുമ്പോൾ, LDF-ന് ഒരു ബാലികേറാമലയാണ് മലപ്പുറം ജില്ല. ഏറ്റവും കൂടുതൽ നിയമസഭാ മണ്ഡലം ഉള്ള ഒരു ജില്ലയിൽ കാര്യമായ ഒരു മുന്നോട്ട് പോക്ക് ഉണ്ടായിട്ടില്ല. ഇവിടെ ഈ കുറി എത്ര സീറ്റ് ലഭിക്കാൻ സാധ്യത? ഇവിടെ ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ 99 സീറ്റുകൾ നേടിയ സന്ദർഭത്തിലേതുപോലെ തന്നെ 4 സീറ്റുകൾ ഏറ്റവും ചുരുങ്ങിയത് ഇവിടെ നിന്ന് കിട്ടും. 4 അല്ല 5 സീറ്റുകൾ കിട്ടും ഇപ്രാവശ്യം. മതന്യൂനപക്ഷം, വിശേഷിച്ച് മുസ്ലിം സമുദായം, അതിൽ മുസ്ലിം വിഭാഗങ്ങൾക്ക് പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനുള്ള സ്വാധീനം, ആ സ്വാധീനത്തിലേക്ക് കടന്നു കയറാൻ CPM-ന് കാര്യമായി കഴിയുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ അല്ല, അത് തെറ്റായിട്ടുള്ള ഒരു പ്രചരണമാണ്. കഴിഞ്ഞ പ്രാവശ്യം തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ UDF-ന് കിട്ടിയത് 15 ലക്ഷം വോട്ടാണ്, LDF-ന് കിട്ടിയത് 10 ലക്ഷം വോട്ടാണ്. ആ 10 ലക്ഷം വോട്ടിൽ ഭൂരിപക്ഷവും ന്യൂനപക്ഷ ജനവിഭാഗങ്ങളിൽ നിന്നുള്ള വോട്ട് തന്നെയാണ്. കാരണം BJP-യുടെ വോട്ട് കിഴിച്ചല്ലേ മറ്റുള്ള എല്ലാ പാർട്ടികൾക്കും ഭൂരിപക്ഷ വോട്ടിൻ്റെ ഷെയർ നമുക്ക് വകവെച്ച് കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ന്യൂനപക്ഷങ്ങളും ഭൂരിപക്ഷവും ഒരുപോലെ തന്നെ ഇടതുപക്ഷത്തെ വിശ്വസിക്കുന്നു. പിന്നെ ലീഗുകാർ മാത്രമല്ലല്ലോ ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നതും അവരുടെ വിശ്വാസം ആർജിച്ചെടുത്തിട്ടുള്ളവരും. ഞങ്ങളൊക്കെ അങ്ങനെ ആ വിശ്വാസം ആർജിച്ചെടുത്തിട്ടുള്ളവരാണ്. ലീഗിൻ്റെ സ്ഥാനാർത്ഥികളെക്കാൾ ഒട്ടും ഞങ്ങൾ ആരും തന്നെ പിന്നിലല്ല. ഇടതുപക്ഷം നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ ഒരാളും, പെരിന്തൽമണ്ണയിൽ നിർത്തിയ ഹനീഫയാകട്ടെ, നിലമ്പൂരിൽ നിർത്തിയ U ഷറഫലി ആവട്ടെ, ആരും ന്യൂനപക്ഷ വിശ്വാസം നേടിയെടുക്കുന്ന കാര്യത്തിൽ ലീഗിൻ്റെ സ്ഥാനാർത്ഥികളെക്കാൾ ഒട്ടും പിന്നിലല്ല, ഒരടി മുന്നിലാണ് എന്ന് വേണമെങ്കിൽ പറയാം. മുസ്ലിം ജനവിഭാഗത്തിൻ്റെ ക്ഷേമത്തിന് വേണ്ടി നിലകൊള്ളുന്ന സമുദായ സംഘടനകൾ, മതപരമായ ചടങ്ങുകൾ ഉൾപ്പെടെ, അതിൽ ഈ ജമാഅത്ത് ഇസ്ലാമി ആയാലും ഒപ്പം തന്നെ സമസ്തയായാലും സുന്നി ആയാലും അവരുടെ എല്ലാ ഒരു പിന്തുണ കൂടുതലായും മുസ്ലിം ലീഗിനാണ്, അല്ലെങ്കിൽ UDF-ന് അനുകൂലമായിട്ടാണ് കാലങ്ങളായി നിലകൊള്ളുന്നത്. അവിടെ എന്തുകൊണ്ടൊരു കടന്നുകയറ്റം നടത്താൻ ഇത്തവണ സാധിക്കും. കാരണം യുണൈറ്റഡ് ആയിട്ട്
UDF-നെ പിന്തുണച്ചിരുന്ന EK സംസ്ഥാ വിഭാഗം, അതിലൊരു ഭിന്നിപ്പുണ്ടായിട്ടുണ്ട്. അത് വാസ്തവമാണ്. ആ ഭിന്നിപ്പെന്ന് പറയുന്നത് ലീഗിനോടുള്ള സമസ്തയുടെ വിധേയത്വവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിന്മേലാണ്. സമസ്ത ഒരു സ്വതന്ത്ര സംഘടനയാണ്. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും സമദൂര സിദ്ധാന്തം പുലർത്തി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് സമസ്തയുടെ നേതൃത്വത്തിൻ്റെ സുചിന്തിതമായിട്ടുള്ള അഭിപ്രായം. അതല്ല, ലീഗ് എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിക്ക് കീഴൊതുങ്ങി നിൽക്കേണ്ട ഒരു സംഘടനയാണ് സമസ്ത എന്ന് കരുതുന്നവരും ആ സംഘടനയിലുണ്ട് എന്നാണ് പലരുടെയും പ്രസ്താവനകൾ മുഖവിലക്കെടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു ന്യൂനപക്ഷ പ്രീണനം ഒന്നാം പിണറായി സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു എന്നൊരു വ്യാപകമായ ഒരു 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 സംസാരം പൊതുവിൽ ഉയർന്നു വന്നിരുന്നു. പിണറായി സർക്കാർ ഒരു വിഭാഗത്തെയും പ്രത്യേകമായിട്ടൊരു പ്രീണനം നടത്തിയിട്ടില്ല. എല്ലാ ജനവിഭാഗത്തിൻ്റെയും വിശ്വാസം ആർജിച്ചു. ന്യൂനപക്ഷ ജനവിഭാഗത്തിൻ്റെ, SC/ST വിഭാഗത്തിൻ്റെ, ഈഴവ ജനവിഭാഗത്തിൻ്റെ, നായർ സമുദായത്തിൻ്റെ എല്ലാവരുടെയും വിശ്വാസം ആർജിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സാധിച്ചു. ആരോടും അനീതി കാണിച്ചില്ല, എല്ലാവരോടും നീതി കാണിച്ചു. എല്ലാവരോടും സമസാമീപ്യ സിദ്ധാന്തം ഇടതുപക്ഷ മുന്നണി പുലർത്തി. ആർക്കും ആരുടെയും മേൽ കുതിര കയറാൻ, ആർക്കും ആരുടെയും മേൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള ഒരു സാഹചര്യം ഇടതുപക്ഷ മുന്നണി ഉണ്ടാക്കി കൊടുത്തില്ല. കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഒരു വർഗീയ കലാപം ഈ കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഒരു വർഗീയ സംഘർഷം അത് എടുത്തു പറയേണ്ടതാണ്. കേരളത്തിൽ ഒരുപാട് വർഗീയ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതിനു മുമ്പ്. കാസർഗോട്ട് നിരവധി വർഗീയ കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മാറാട് വർഗീയ കലാപങ്ങൾ, 1ഉം 2ഉം മാറാട് കലാപങ്ങൾ എത്ര മനുഷ്യരുടെ ജീവനാണ് എടുത്തത്. സിറാജുന്നിസ എന്ന് പറയുന്ന 11 വയസ്സുകാരി പെൺകുട്ടിയുടെ ജീവനെടുത്തു. ലീഗും കോൺഗ്രസും ഭരിക്കുന്ന സമയത്തല്ലേ അത് നടന്നത്. ആലപ്പുഴയിൽ ഒരു നബിദിന ഘോഷയാത്രക്ക് നേരെ പോലീസ് വെടിവെച്ചു. 2 ആളുകളാണ് അന്ന് മരണപ്പെട്ടത്. 2 പേരും മരണപ്പെട്ടു. അതും UDF സർക്കാരിൻ്റെ കാലത്താണ്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചുള്ള ഒരു പൊതുവായ ഒരു വിമർശനം, ഒരുപക്ഷെ താങ്കൾക്കത് കൂടുതലും അതിനെ സംബന്ധിച്ച് കമൻറ്റ് ചെയ്യാൻ കഴിയും. കാരണം അധികാരമില്ലാതെ നിലനിൽക്കാൻ കഴിയാത്തൊരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന് പൊതുവായി ഒരു നിരീക്ഷണമുണ്ട്. കേന്ദ്രത്തിൽ അധികാരമില്ല, സംസ്ഥാനത്ത് 10 വർഷമായി സംസ്ഥാനത്തും അധികാരമില്ല. എത്രത്തോളം ദുർബലപ്പെട്ടിട്ടുണ്ട് അധികാരമില്ലാത്ത അവസ്ഥയിലെ മുസ്ലിം ലീഗ്? മുസ്ലിം ലീഗ് അധികാരം കിട്ടിയില്ലെങ്കിലും ലീഗിന് കുറച്ചു കാലമൊക്കെ നിലനിൽക്കാൻ പറ്റും. പക്ഷെ അധികാരം ലഭിച്ചില്ലെങ്കിൽ തീരെ നിലനിൽക്കാൻ പറ്റാത്ത പാർട്ടി കോൺഗ്രസ്സാണ്. കാരണം കോൺഗ്രസ്സിന് ഒരു ബേസും ഇല്ല. അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ളൊരു ആശയാടിത്തറ വേണ്ടേ? മുസ്ലിം ലീഗിന് മൈനോറിറ്റി ജനവിഭാഗത്തിൻ്റെ താല്പര്യങ്ങളുടെ സംരക്ഷണം എന്ന് പറയുന്ന ഒരു ബേസെങ്കിലുമുണ്ട്. എന്നാൽ കോൺഗ്രസ്സിന് അങ്ങനെ വല്ല ബേസുമുണ്ടോ? അതുകൊണ്ടല്ലേ കോൺഗ്രസ്സിൽ നിന്ന് യാതൊരു മനസാക്ഷിത്വമില്ലാതെ നിരവധി ആളുകൾക്ക് വർഗീയ ചേരിയിലേക്ക് വഴിമാറാൻ, മാറി സഞ്ചരിക്കാൻ വളരെ പെട്ടെന്ന് സാധിക്കുന്നു. ഏതെല്ലാം മുസ്ലിം സാമുദായിക സംഘടനകൾ ഇക്കുറി ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കും? എല്ലാ സാമുദായിക സംഘടനകളും, മുസ്ലിം എന്നല്ല, ഹൈന്ദവ, മുസ്ലിം, ക്രൈസ്തവ സാമുദായിക സംഘടനകളെല്ലാം ഇടതുപക്ഷത്തെ പിന്തുണക്കും. കാരണം എല്ലാ വിഭാഗങ്ങൾ അധിവസിക്കുന്ന മേഖലയിലേക്കും വികസനം എത്തിക്കാൻ ഈ ഗവൺമെൻറ്റിന് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങോട്ട് വികസനം വേണ്ട, അത് ഞങ്ങൾ വോട്ട് ചെയ്യുന്ന സമുദായക്കാരല്ല അവിടെ താമസിക്കുന്നത്, അതുകൊണ്ട് തൽക്കാലം ഫണ്ട് ഇങ്ങോട്ട് നീക്കിവെക്കൂ എന്നൊരു ഘട്ടത്തിൽ പോലും ഈ സർക്കാർ ചിന്തിച്ചിട്ടില്ല. കേരളത്തെ ഒരു ക്യാൻവാസിൽ വികസനത്തിൻ്റെ കാര്യത്തിൽ കാണാൻ തീരദേശ ഹൈവേ പോയപ്പോൾ അവിടെ ഏത് മതവിഭാഗക്കാരാണ് താമസിച്ചിരിക്കുന്നത് എന്ന് ഇടതുപക്ഷ മുന്നണി നോക്കിയില്ല. മലയോര ഹൈവേ പോയപ്പോൾ ആ ഭാഗത്ത് ആരാണ് അധിവസിക്കുന്നത്, ഞങ്ങൾ വോട്ട് ചെയ്യുന്നവരാണോ ഏതെങ്കിലും പ്രത്യേക മതസമുദായക്കാരാണോ എന്ന് നോക്കിയില്ല. മധ്യ കേരളത്തിലൂടെ സമതലങ്ങളിലൂടെ റെയിൽപാളങ്ങളും അതുപോലെ തന്നെ നാഷണൽ ഹൈവേയും പോയപ്പോൾ അവിടെയൊക്കെ ആർക്കാണതിൻ്റെ നേട്ടം എന്ന് നോക്കിയിട്ടല്ല വികസന പദ്ധതികൾക്ക് പണം ചെലവഴിച്ചത്. എന്നാൽ UDF-ൻ്റെ കാലത്ത് ഇത്തരത്തിൽ കേരളത്തെ ഒരു ക്യാൻവാസിൽ കാണാൻ സാധിച്ചിട്ടില്ല. അത് എല്ലാവർക്കും അറിയാം, എല്ലാ മതസമുദായ സംഘടനകൾക്കും അറിയാം. മലപ്പുറം ജില്ലയുടെ പൊതുവായ വികസനത്തിൽ കൂടുതൽ പങ്ക് വഹിച്ചിട്ടുള്ളത് മുസ്ലിം ലീഗാണ് എന്ന ഒരു അവകാശവാദം അവരുടെ ഭാഗത്തുനിന്നുണ്ട്. അതെത്രത്തോളം മാറ്റാൻ 10 വർഷം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് മലപ്പുറം ജില്ലയിൽ? മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടി അടിസ്ഥാനപരമായി എന്തൊക്കെ ചെയ്തോ അതെല്ലാം
CPIM-ൻ്റെ ഇടതുപക്ഷത്തിൻ്റെ കൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടി പിന്തുണയിലാണ്. 1967 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മുസ്ലിം ലീഗും ഒരുമിച്ച് ചേർന്നുകൊണ്ട് രണ്ടാം EMS സർക്കാർ അധികാരത്തിൽ വന്നു. ആ സർക്കാരിലാണ് സംസ്ഥാനത്ത് മുസ്ലിം ലീഗ് ആദ്യമായി ഭരണ പങ്കാളിത്തത്തിലെത്തുന്നത്. ലീഗിൻ്റെ ഒരു നേതാവ് കേരളത്തിൽ മന്ത്രി കസേരയിലിരുന്നത് ആ ഭരണകാലത്താണ്. 2 മന്ത്രിമാർ അന്ന് ലീഗിനുണ്ടായിരുന്നു. ഒന്ന് CH മുഹമ്മദ് കോയ സാഹിബും മറ്റൊന്ന് അഹമ്മദ് കുരിക്കളും. ഒരാൾ വിദ്യാഭ്യാസ മന്ത്രി, മറ്റൊരാൾ പഞ്ചായത്ത് വകുപ്പ് മന്ത്രി. MPM ജാഫർ ഖാൻ അന്ന് ഡെപ്യൂട്ടി സ്പീക്കറായിരുന്നു. അപ്പോൾ ആ കാലത്താണ് മലപ്പുറം ജില്ല രൂപീകരിച്ചത്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത്. മലപ്പുറം ജില്ലയിൽ ഏറ്റവും അധികം സർക്കാർ വിദ്യാലയങ്ങൾ, പള്ളിക്കൂടങ്ങൾ തുടങ്ങിയത്. ഇതൊക്കെയാണ് ഈ ജില്ലയുടെ വികസനത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ആ അടിസ്ഥാന ശിലവാകിയത് EM ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരാണ്. ആ സർക്കാരിൽ മുസ്ലിം ലീഗും പങ്കാളിയായിരുന്നു എന്നുള്ളത് ശരിയാണ്. ഇനി ഞാൻ പറയാം, അറബി അധ്യാപകന്മാർക്ക് ശമ്പളം യഥാവിധി കൊടുത്തു തുടങ്ങിയത് 1967 സർക്കാരാണ്. അന്ന് വിദ്യാഭ്യാസ മന്ത്രി CH മുഹമ്മദ് കോയ സാഹിബായിരുന്നു. പക്ഷെ അന്ന് മുഖ്യമന്ത്രി EMS ആയിരുന്നു. EMS ലീഗിന്റെ പങ്കാളിത്തമുണ്ട്. ലീഗിന്റെ പങ്കാളിത്തമുണ്ട്. അതിനേക്കാൾ കൂടുതൽ പങ്കാളിത്തം കമ്മ്യൂണിസ്റ്റുകാരുടെ പങ്കാളിത്തവുമുണ്ട്. സഖാവ് EMS-ന്റെ പങ്കാളിത്തമുണ്ട്. EMS-ന്റെ കയ്യൊപ്പില്ലാതെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ അന്നത്തെ ഫിനാൻസ് മന്ത്രി അത് അംഗീകരിക്കുമായിരുന്നോ? ഇല്ലല്ലോ. ഒരു വിദ്യാഭ്യാസ മന്ത്രിക്ക് മാത്രമായിട്ട് അറബി അധ്യാപകന്മാരെ ശരിയായ മറ്റു അധ്യാപകന്മാരെ പോലെയുള്ള അധ്യാപകരായി അംഗീകരിക്കുകയും അവർക്ക് ശമ്പളം കൊടുക്കുകയും ചെയ്യാൻ കഴിയുമോ? ഇല്ലല്ലോ. അതൊരു സർക്കാരിൻ്റെ വിജയമാണ്. ആ സർക്കാരിന് നേതൃത്വം നൽകിയിരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, EMS ആണ്. ആ സർക്കാരിൽ ഭാഗവാക്കായിരുന്ന സംഘടന അതിലൊന്ന് മുസ്ലിം ലീഗാണ്. ലീഗിൻ്റെ നേതാക്കന്മാർ മന്ത്രിമാരായിരുന്നു. അപ്പോൾ ആ പങ്കാളിത്തം നോക്കിയാൽ, ആ പങ്കാളിത്തം നമ്മളൊരു തുലാസിൽ വെച്ച് തൂക്കി നോക്കിയാൽ ലീഗിൻ്റെതിനേക്കാളും താഴ്ന്നു നിൽക്കുക കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തുലാസാവും. കാരണം അവർക്കാണ് കൂടുതൽ അതിൽ പങ്കാളിത്തം. അതുകൊണ്ടാണ് അത് താഴ്ന്നു നിൽക്കുന്നത്. പൊതുവായി ഒരു കേരള രാഷ്ട്രീയത്തിൽ പൊതുവായി കാണുന്ന ഒരു പുതിയ പ്രവണത, പുതിയ തലമുറയ്ക്ക് രാഷ്ട്രീയത്തോട്, മുഖ്യധാര രാഷ്ട്രീയത്തോട് വലിയ താല്പര്യങ്ങൾ കാണുന്നില്ല. മലപ്പുറം ജില്ലയിൽ വിശേഷിച്ച് മുസ്ലിം മതസമുദായത്തിൽപ്പെട്ട വിഭാഗത്തിൽപ്പെട്ട പുതിയ തലമുറ എത്രത്തോളം ഇടതുപക്ഷത്തോട് അടുക്കുന്നുണ്ട്? അതിൻ്റെ വർഗ ബഹുജന സംഘടനകൾ വിവിധ പാർട്ടികളുടേതുണ്ട്, അതിലേക്കൊക്കെ ചേരുന്നുണ്ട്. ഒരുപാട് കള്ളപ്രചരണങ്ങൾ മുസ്ലിം ലീഗും അതുപോലെ തന്നെ ചില തീവ്ര മനോഭാവമുള്ള സംഘടനകളും പരത്തുന്നുണ്ട് മുസ്ലിം ചെറുപ്പക്കാർക്കിടയിൽ പ്രത്യേകിച്ച്. അതൊക്കെ അല്പായുസ്സുള്ള കാര്യമാണ്. കുറച്ച് കഴിയുമ്പോൾ അവർക്ക് തന്നെ അത് തിരുത്തേണ്ടതായിട്ട് വരും. പുതിയ തലമുറയിൽപ്പെടുന്ന കുട്ടികൾ നല്ല രൂപത്തിൽ തന്നെ ഇടതുപക്ഷത്തോട് ആഭിമുഖ്യം പുലർത്തി വരുന്നുണ്ട്. പ്രത്യേകിച്ച് വിദേശത്തൊക്കെ പോയിട്ടുള്ള ആളുകൾ, കുടുംബങ്ങൾ, കുട്ടികൾ, അവരൊക്കെ ലോകം കാണുന്നു. ലോകത്ത് എല്ലാ ചിന്തകൾക്കും അപ്പുറം മാനവികത ഉയർത്തിപ്പിടിക്കുന്ന വലിയൊരു സമൂഹത്തെ അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രതിഫലനം തീർച്ചയായിട്ടും അവരുടെ കുടുംബങ്ങളിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. നല്ല മതവിശ്വാസികളായിക്കൊണ്ട് തന്നെ നല്ല മനുഷ്യത്വവാദികളാകാൻ മലപ്പുറത്തുകാർക്ക് സാധിച്ചിട്ടുണ്ട്. 3ാം പിണറായി സർക്കാർ വീണ്ടും അധികാരത്തിൽ വരും എന്ന ഉറച്ച ആത്മവിശ്വാസത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണ്? അത്രയധികം ഈ കേരളത്തിൻ്റെയും കേരളത്തിലെ ജനങ്ങളുടെയും അഭിവൃദ്ധിക്കായി, പുരോഗതിക്കായി സർക്കാർ സാമ്പത്തികമായി കേന്ദ്ര സർക്കാർ ഞെരുക്കുന്ന ഘട്ടത്തിൽ പോലും കിണഞ്ഞ് പരിശ്രമിച്ച് നിരവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ ജനങ്ങൾക്ക് ഇടതുപക്ഷമല്ലാതെ മറ്റൊരു ചോയ്സ് ഇല്ല. ഏത് മേഖലയിലാണ് ഭരണവിരുദ്ധ വികാരമുള്ളത്? അത് ഏതൊരാളോട് ചോദിച്ചാലും അവർക്ക് പറയാൻ വയ്യ. വിദ്യാഭ്യാസ രംഗത്തുള്ള പ്രവർത്തനങ്ങളുടെ വീഴ്ച കൊണ്ടാണോ ഭരണവിരുദ്ധ വികാരം? ആരോഗ്യ മേഖലയിലുള്ള പ്രവർത്തനങ്ങളുടെ വീഴ്ച കൊണ്ടാണോ ഭരണവിരുദ്ധ വികാരം? വ്യാവസായിക രംഗത്തുള്ള ശോഷിപ്പ് കൊണ്ടാണോ ഭരണവിരുദ്ധ വികാരം? അങ്ങനെ ഏത് രംഗത്തുള്ള പ്രയാസം കൊണ്ടാണ്, അല്ലെങ്കിൽ ഏത് രംഗത്തുള്ള വീഴ്ച കൊണ്ടാണ് ഭരണവിരുദ്ധ വികാരം എന്ന്
ആരോടെങ്കിലും ചോദിച്ചാൽ അവർക്ക് വ്യക്തമായിട്ടുള്ള മറുപടി ഇല്ല. ഇപ്പോൾ മലപ്പുറത്തിൻ്റെ ഏറ്റവും വലിയൊരു സാമ്പത്തിക സ്രോതസ്സ് എന്ന് പറയുന്നത് പശ്ചിമേഷ്യയിൽ നിന്നും മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള സംഭാവനകളാണ്. സംഭാവനകൾ മീൻസ് സാമ്പത്തികമായിട്ടുള്ള വരുമാനമാണ്. അതിൽ അവിടെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള അന്തരീക്ഷം അത് എത്രത്തോളം മലപ്പുറം ജില്ലയുടെ സാമ്പത്തിക ശക്തിയെ ബാധിക്കും, അതിനെ എങ്ങനെ നോക്കിക്കാണും? ഗൾഫിൽ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടാൻ വേണ്ടി തുടങ്ങിയാൽ മലപ്പുറത്തിൻ്റെ മനസ്സിലാദ്യം മലപ്പുറത്തെ മലപ്പുറമാക്കുന്നതിൽ മലപ്പുറത്ത് ഇപ്പോൾ കാണുന്ന പല ഇവിടുത്തെ ഏതാണ്ട് എല്ലാ കുടുംബങ്ങളുടെയും, അതിൽ ഹൈന്ദവ മുസ്ലിം വ്യത്യാസമില്ല, ക്രൈസ്തവ വ്യത്യാസമില്ല, എല്ലാ കുടുംബങ്ങളുടെയും സാമ്പത്തികമായിട്ടുള്ള പുരോഗതിയുടെ കാതൽ എന്ന് പറയുന്നത് പ്രവാസികളുടെ സംഭാവനയാണ്. ഗൾഫിൽ നിന്ന് അവരിങ്ങോട്ട് അയക്കുന്ന പണമാണ്. ഇപ്പോൾ യൂറോപ്പിലേക്ക് പോയിട്ടുള്ള ആളുകൾ, അമേരിക്കയിലേക്ക് പോയിട്ടുള്ള ആളുകൾ, അവരാരും ഗൾഫിൽ പോയിട്ടുള്ള ആളുകൾ ഇങ്ങോട്ട് അയക്കുന്നത് പോലെ പണം അയക്കുന്നില്ല. കാരണം അവർക്ക് ഇവിടേക്ക് തിരിച്ചു വരാനുണ്ട്. അവർക്ക് ഇന്ത്യയാണ് അവരുടെ രാജ്യം. അവർക്ക് ഈ നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഈ നാട്ടിൽ വേണം. ആ ഒരു പ്രതീക്ഷയോടുകൂടിയാണ് അവർ വലിയ രൂപത്തിൽ പണം അയക്കുന്നത്. അവിടെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു സാമ്പത്തിക മാന്ദ്യമോ പ്രയാസമോ അനുഭവപ്പെടുന്നു എന്ന് വരികിൽ അത് മലപ്പുറത്തെ, മലബാറിലെ, കേരളത്തിലെ തന്നെ ഓരോ അടുക്കളയിലെയും പുകയെ ബാധിക്കും. പുക ഉയരുന്നതിൽ അത് ചില ഫ്ലക്ച്വേഷനുകൾ വരുത്തും. അതുപോലെ തന്നെ ഈ ഇറാൻ്റെ പരമോന്നത നേതാവായിട്ടുള്ള അയത്തുള്ള അലി ഖമേനി ഇസ്രായേലും അമേരിക്കയും ചേർന്ന് വധിക്കുക, അത് ലോകത്തിന് നൽകുന്ന സന്ദേശം എന്താണ്? തമ്മാടിത്തം എന്നല്ലാതെ അതിനെക്കുറിച്ച് എന്താ പറയുക? ഇന്നിപ്പോൾ ഞാൻ എവിടെയോ വായിച്ചു, ഇന്ത്യയിൽ ഇമാം ഖാംനായിയുടെ പേരിലൊരു ഹോസ്പിറ്റലുണ്ട്. ഇമാം അലി ഖാംനായി 1980കളിൽ ഇന്ത്യ സന്ദർശിച്ചു, കർണാടക സന്ദർശിച്ചു. അദ്ദേഹം ബാംഗ്ലൂരിലെത്തിയപ്പോൾ ആരോ വന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, കർണാടകയിലെ ഇന്ന ഗ്രാമത്തിൽ ഒരു സ്ത്രീ ഗർഭിണിയായിരുന്നു, അവരാശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നതിന് മധ്യേ അവർ മരണപ്പെട്ടുപോയി, ഇമാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇത് കേട്ട മാത്രയിൽ പ്രാർത്ഥിക്കുക മാത്രമല്ല ആയത്തുള്ള ഖംനായി ചെയ്തത്. അന്ന് അദ്ദേഹം ഇറാനിലെ പരമോന്നത നേതാവൊന്നും ആയിട്ടില്ല, അവിടുത്തെ പാർലമെൻറ്റ് മെമ്പറോ മറ്റോ ആണ്. അദ്ദേഹം ആ ഗ്രാമത്തിലൊരു ആശുപത്രി പണിതു കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. ആ ആശുപത്രി പണിതു. ഇന്നും ആ ആശുപത്രി ഉണ്ട് അവിടെ. ഇമാം ഖംനായി ഹോസ്പിറ്റൽ എന്നാണ് ആ ആശുപത്രി നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇത് എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമാണ്. ഇന്ത്യയുമായി ഏറ്റവും അടുത്ത ബന്ധമാണ് ഇറാൻ പുലർത്തുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമുണ്ടായ ഘട്ടത്തിൽ, ഇന്ത്യക്ക് നേരെ പാകിസ്ഥാൻ ഭീകരാക്രമണം നടത്തിയ സന്ദർഭത്തിൽ പാകിസ്ഥാൻ്റെ കൂടെയല്ല ഇറാൻ നിന്നത്, നമ്മളുടെ വികാരത്തിൻ്റെ കൂടെയാണ് നിന്നത്. ഇന്ത്യക്ക് എണ്ണ തരുന്ന കാര്യത്തിൽ, ഇന്ത്യക്കാർക്ക് ഇറാനിൽ ചെന്നാൽ ലഭിക്കുന്ന സ്വീകരണം തന്നെ ഇറാൻ ഇന്ത്യയോട് എങ്ങനെ പെരുമാറുന്നു, എങ്ങനെ നിൽക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. അങ്ങനെയുള്ള ഒരു രാജ്യത്തിൻ്റെ പരമാധികാരിയായിട്ടുള്ള 86 വയസ്സുള്ളൊരു മനുഷ്യനെ ബോംബിട്ട് കൊന്ന സമയത്ത്, മിസൈൽ അയച്ച് കൊലപ്പെടുത്തിയ സമയത്ത് നമ്മളുടെ രാജ്യത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായതിനേക്കാൾ ശക്തമായിട്ടുള്ള ഒരു എതിർ ശബ്ദം അമേരിക്കക്കെതിരായി, അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെതിരായി ഉയരേണ്ടതായിരുന്നു. എന്നാൽ പോലും ഇന്ത്യയുടെ ഔദ്യോഗിക പ്രതിനിധി ഇറാൻ എംബസിയിൽ പോയി അലി ഖാംനായിയുടെ വധത്തിൽ ഗാഠമായിട്ടുള്ള അനുശോചനം രേഖപ്പെടുത്തുകയുണ്ടായിട്ടുണ്ട്. അത്രയും നല്ലതാണ്. പക്ഷേ എന്നാലും ഒരു ചങ്ങാതി എന്നുള്ള നിലയിൽ ഇറാനോട് ആ നിലക്കുള്ള ഒരു അടുപ്പവും ഐക്യദാർഢ്യവും പ്രകടിപ്പിക്കാൻ നമ്മളുടെ രാജ്യത്തിന് സാധിച്ചോ എന്നുള്ളത് രാജ്യം ഭരിക്കുന്ന ആളുകൾ സമാധാനത്തോടു കൂടി ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. അതുപോലെ BJP ഫാക്ടർ, BJP സ്വാഭാവികമായും കേന്ദ്രഭരണം കൈയാളുന്നു. കേരളത്തിലും തിരുവനന്തപുരം കോർപ്പറേഷൻ, തൃശ്ശൂർ സീറ്റ്, അങ്ങനെയൊക്കെ അക്കൗണ്ട് തുറക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും BJPയുടെ വോട്ട് ഷെയറിൽ ഒരു ചെറിയ വർധനവുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് ഏത് മുന്നണിയായിരിക്കും പ്രതികൂലമായി ബാധിക്കും? ഇടതുപക്ഷ മുന്നണിയെ അത് പ്രതികൂലമായി ബാധിക്കില്ല. കാരണം ഇടതുപക്ഷ മുന്നണിയാണല്ലോ കഴിഞ്ഞ പ്രാവശ്യം BJPയുടെ അക്കൗണ്ട് നേമത്ത് പൂട്ടിയത്.
അവർക്കുണ്ടായിരുന്ന ഒരു സീറ്റ് നഷ്ടപ്പെടുത്തിയത് അവിടെ ഇടതുപക്ഷം ജയിച്ചിട്ടാണല്ലോ. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് BJPയുടെ വോട്ട് ഷെയർ വർദ്ധിക്കുമ്പോൾ അതിൻ്റെ നഷ്ടം സംഭവിക്കുന്നത് UDFനാണ് എന്ന് തന്നെയാണ്. വേറൊരു കാര്യം കൂടി, ഇക്കുറിയും ഇടതുപക്ഷ സ്വതന്ത്രനാണ്, CPM സ്വതന്ത്രനാണ്. ഈ സ്വതന്ത്ര പരിവേഷം മാറി പാർട്ടി ചിഹ്നത്തിലേക്ക് എന്തുകൊണ്ട്? അത് പാർട്ടി എന്നോടും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല, ഞാൻ പാർട്ടിയോടും അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. ഞങ്ങളെപ്പോലെയുള്ള നല്ല ഫെലോ ട്രാവലേഴ്സും സഹയാത്രികന്മാരും പാർട്ടിക്ക് വേണം. പാർട്ടി മെമ്പർമാർ മാത്രമുള്ളൊരു സംവിധാനമല്ല, ലക്ഷക്കണക്കിന് അനുഭാവികൾ. അല്ല, എന്നും ഈ സഹയാത്രികനായി തന്നെ ലക്ഷക്കണക്കിന് സഹയാത്രികന്മാർ, അതും പാർട്ടിയുടെ ശക്തിയാണ്. അപ്പോൾ ആ ഒരു ശക്തിയുടെ ഘടകത്തിൽ ഞങ്ങളൊക്കെ പങ്കാളികളായിട്ടുണ്ട്. പിന്നെ പാർട്ടിക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഒരു മെമ്പർഷിപ്പുള്ള ആളെപ്പോലെ തന്നെ ഒരു വേള അതിനേക്കാൾ കൂടുതലായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ അത് ചെയ്തിട്ടുണ്ട് ഞങ്ങളൊക്കെ തന്നെ. മന്ത്രിയായിരിക്കുമ്പോൾ ചില വിവാദങ്ങളൊക്കെ ഉണ്ടായി. ആ വിവാദങ്ങളൊക്കെ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അതിനോട് KT ജലീലിൻ്റെ പ്രതികരണം? ആ വിവാദങ്ങളെല്ലാം ഫാബ്രിക്കേറ്റഡ് ആയിരുന്നു. എത്രയെത്ര അന്വേഷണ ഏജൻസികളെല്ലാം അതെല്ലാം അന്വേഷിച്ചു. എന്നിട്ട് എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടി? എനിക്കൊരു ഭയപ്പാടും ആ കാര്യത്തിലൊന്നും അന്നുമില്ല ഇന്നുമില്ല. കാരണം നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോ നമ്മൾ പിടിക്കപ്പെടുമായിരുന്നു. അപ്പോൾ ഒരു തരത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള ലാഭത്തിന് വേണ്ടി ഈ പദവിയോ സ്ഥാനമോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. എല്ലാം കള്ളപ്രചാര വേലകളായിരുന്നു. മുസ്ലിം ലീഗ് എന്നെ മാത്രം ലക്ഷ്യം വെക്കുകയായിരുന്നു. എങ്ങനെയെങ്കിലും എന്നെ തോൽപ്പിക്കണം. അതിന് എന്തൊക്കെ കുറുക്ക് വഴികൾ, എന്തൊക്കെ അധാർമിക വഴികൾ, അതെല്ലാം അവർ തേടുകയായിരുന്നു. ബന്ധുനിയമനം എന്ന് പറഞ്ഞുകൊണ്ട് അവർ അന്നത്തെ ലോകായുക്ത സിറിയക് ജോസഫിൽ നിന്നൊരു വിധി വാങ്ങിയത് പോലും ഒരു ട്രച്ചറി, അത് കൈക്കൂലി കൊടുത്തിട്ടാണ് എന്ന് ഞാൻ ഇപ്പോഴും പറയുന്നു. എത്ര ഞാൻ പറഞ്ഞു. അതിനെതിരായിട്ട് ഒരു വക്കീൽ നോട്ടീസെങ്കിലും അയക്കാൻ ഈ സിറിയക് ജോസഫ് തയ്യാറായോ? ഈ സിറിയക് ജോസഫാണ് മുസ്ലിം ലീഗിൻ്റെ സമുന്നതനായിട്ടുള്ള ഒരു നേതാവിനെ ഐസ്ക്രീം പാർലർ കേസിൽ നിന്ന് കുറ്റവിമുക്തനാക്കിക്കൊണ്ട് ഹൈക്കോടതിയിൽ അദ്ദേഹം ജഡ്ജിയായിരിക്കെ വിധി പ്രസ്താവിച്ചവരിൽ ഒരാൾ. ഇത്ര ശക്തമായി മുസ്ലിം ലീഗ് കോട്ടയിൽ ഇങ്ങനെ ഈ ഒറ്റയാനായി എങ്ങനെ ഇത്ര നാൾ പിടിച്ചു നിൽക്കാൻ കഴിയും? എൻ്റെ വാപ്പാൻ്റെ വാപ്പ ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് ശക്തമായിട്ട് സമരമുഖത്തിറങ്ങിയ ആളായിരുന്നു. വളാഞ്ചേരി പോലീസ് സ്റ്റേഷൻ ആ കാലത്ത് ആക്രമിച്ച് രേഖകൾ നശിപ്പിച്ചു എന്നുള്ള കേസിൽ അദ്ദേഹത്തെ പിടികൂടി 9 കൊല്ലം ബെല്ലാരി ജയിലിലിട്ടിട്ടുണ്ട്. ആ വല്ലിപ്പാൻ്റെ ഒരു ബ്ലഡ് നമ്മളുടെ സിരകളിലുണ്ടല്ലോ. ആർക്കും ചെറുത്ത് ആക്രമിച്ച് അധീനപ്പെടുത്താൻ കഴിയില്ല. സ്നേഹിച്ച് അധീനപ്പെടുത്താൻ പറ്റിയേക്കും. പക്ഷേ ആക്രമിച്ച് നമ്മളെ മാനസികമായി തളർത്തി പ്രചണ്ഡമായ പ്രചാരവേലകൾ അഴിച്ചുവിട്ട് ഒരിക്കലും ആർക്കും ആരുടെ മുമ്പിലും തലകുടിച്ചു കൊടുക്കുന്ന പ്രശ്നം ഇല്ല. തവനൂരിൽ അടുത്ത പോരാട്ടത്തിന് ഇറങ്ങുമ്പോൾ തൻ്റെ വികസന കാഴ്ചപ്പാട്, രാഷ്ട്രീയ നിലപാട്, തൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാഴ്ചപ്പാടുകളും അടക്കമാണ് മുൻ മന്ത്രിയും MLA-യുമായ ഡോക്ടർ KT ജലീൽ പങ്കുവച്ചത്. വളരെയധികം നന്ദി, വിജയാശംസകൾ. താങ്ക് യു വെരി മച്ച്.